അസ്സലാമുഅലൈക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വ്ളോഗുമായിട്ടാണ്. കുറച്ച് ദിവസം മുൻപ് ഞങ്ങൾ ഷാർജയിൽ നിന്നും കോർഫുഖാനിലെ അൽ റഫീസ ഡാമിലേക്ക് പോയിട്ടുള്ള കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളുമാണ്. അപ്പോൾ ഇത് കോർഫുഖാനിലേക്കുള്ള പുതിയ റോഡാണ്. ഇവിടെ 5 ടണൽസ് ഉണ്ട്. ഈ 5 ടണൽസ് കടന്നിട്ട് വേണം അവിടെ എത്താൻ. അപ്പോൾ ആദ്യത്തെ ടണൽ വന്നിട്ട് അൽ റോക്ക് ടണലാണ്. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് ഏകദേശം 1.3 കിലോമീറ്റേഴ്സ് ആണ്. ഇങ്ങനെ വലുതും ചെറുതുമായ ടോട്ടൽ 5 ടണൽസ് ആണുള്ളത്. അപ്പോൾ ഞാനതിൻ്റെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള ടണൽസിൻ്റെ കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് ഏറ്റവും നീളം കൂടിയ ടണൽ. മൂന്നാമതായിട്ടാണ് ഈ ടണൽ വരുന്നത്. അൽ മുൽത്താക്ക ടണൽ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ നീളം ഏകദേശം 2.7 കിലോമീറ്റേഴ്സ് ആണ്. ഈ 5 ടണലിൽ ഏറ്റവും നീളം കുറഞ്ഞ ടണൽ അൽ സഹ ടണലാണ്. ഏകദേശം 300 മീറ്റർ ആണ് അതിൻ്റെ നീളം. ഇതിൻ്റെ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും തന്നെ എൻ്റെ കൈ കയച്ചു. അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ള ടണൽസിൻ്റെ വീഡിയോസൊന്നും അധികം എടുത്തിട്ടില്ല. അങ്ങനെ ഈ 5 ടണൽസും ക്രോസ് ചെയ്ത് ഞങ്ങൾ അൽ റഫീസ ഡാമിനടുത്ത് എത്താനായി. നേരെ പോകുമ്പോൾ ഇടതുവശത്തായിട്ടാണ് അൽ റഫീസ ഡാം ഉള്ളത്. അപ്പോൾ ഈ കാണുന്ന റൗണ്ട് അബൌട്ടിൽ നിന്ന് യു ടേൺ എടുത്തിട്ട് വേണം അവിടേക്ക് എത്താൻ. അത്യാവശ്യം തിരക്കുള്ളൊരു സമയത്തായിരുന്നു ഞങ്ങൾ പോയത്. അതുകൊണ്ട് തന്നെ പാർക്കിംഗ് ഒക്കെ കിട്ടാൻ ഒരുപാട് സമയം എടുത്തു. കുറച്ച് വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും പാർക്കിംഗ് സ്പേസ് കിട്ടി. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ് നമുക്ക് എൻട്രൻസിൽ നിന്ന് തന്നെ കാണാൻ പറ്റുന്നത്. കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷേ ഈ ഒരു സമയമായതുകൊണ്ടായിരിക്കാം ഇതൊക്കെ ക്ലോസ്ഡ് ആണ്. പിന്നെ ഇവിടെ ബോട്ട് സർവീസൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. 30 ദിറംസ് ആണ് ഡബിൾ കയാക്കിങ്ങിന് ചാർജ് ചെയ്യുന്നത്. പിന്നെ 45 ദിറംസ് ആണ് പെഡൽ ബോട്ടിന് ചാർജ് ചെയ്യുന്ന കോസ്റ്റ്. അപ്പോൾ ഞങ്ങൾ പെഡൽ ബോട്ടിൻ്റെ ടിക്കറ്റ് എടുത്ത് അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇവിടെ ബോട്ട്സൊക്കെ അതാത് സമയം തന്നെ സാനിറ്റൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ ജാക്കറ്റ്സും എല്ലാം തന്നെ സാനിറ്റൈസ് ചെയ്തിട്ടാണ് അവർ വീണ്ടും തരുന്നത്. അങ്ങനെ ഞങ്ങൾ ജാക്കറ്റ്സൊക്കെ ഇട്ട് ബോട്ടിലേക്ക് കയറി. വളരെ മനോഹരമായ കാഴ്ചകളാണ് ചുറ്റുമുള്ളത്. പിന്നെ ഇതിന് നടുവിലായിട്ടൊരു മൗണ്ടെയിൻ ഉണ്ട്. അതിൽ ഒരുപാട് മാനുകളൊക്കെ കാണാം. ചെറിയ ചെറിയ നല്ല ഭംഗിയുള്ള മാനുകളാണുള്ളത്. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടേക്കുള്ള ഈ ഒരു യാത്ര. ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പോൾ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു പ്ലേസാണിത്. ഈ ഡാമിന് ചുറ്റും മൗണ്ടെയിൻസ് ആണ്. അപ്പോൾ അതിൽ ഒരുപാട് നല്ല നല്ല കാഴ്ചകളുണ്ട്. പിന്നെ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചെറിയൊരു വാട്ടർഫോൾ ഉണ്ട് ഇവിടെ. അപ്പോൾ ഏകദേശം 30 മിനിറ്റ്സ് ആയപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകാൻ നോക്കുകയാണ്. സാനിറ്റൈസ് ചെയ്യേണ്ട സെക്ഷനിലേക്കാണ് ബോട്ട് കൊണ്ടുപോയി വെക്കേണ്ടത്. അപ്പോൾ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ മുകളിലോട്ട് പോയപ്പോഴാണ് വളരെ മനോഹരമായ ഒരു കാഴ്ച കണ്ടത്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു വാട്ടർഫോളിൻ്റെ സ്റ്റാർട്ടിങ് ഈ വാട്ടർ സ്പ്രിങ് ഇവിടെ തൊട്ടാണ്. അപ്പോൾ അത്രയും ലോങ് ആയിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ കോർഫുഖാനിലെ ഈ ഒരു അൽ റഫീസ ഡാമിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്. താങ്ക് യു.